അങ്ങനെയാണ് കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒരു വില്ലനിഷ് ലുക്കിഷ് ആയിട്ടുള്ള ഒരാളെ നോക്കണം. അങ്ങനെയാണ് ഞാൻ സുധീറിനെ കാസ്റ്റ് ചെയ്യുന്നത്. എന്നെ കൂടെ 10ാം ക്ലാസ് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ ഒരിക്കലും അറിയില്ല ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. But in this film, when you watch this 1971 Beyond Borders Mohanlal's film, സുധീറിനെ കൊണ്ട് നിങ്ങളെ കരയിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ആ ക്യാരക്ടറിലൂടെ സാധിക്കും. And I'm very lucky that എന്റെ പടമാണ് സുധീറിന്റെ 101ാമത്തെ ഒരു ഐശ്വര്യമുള്ള ഒരു നമ്പറാണ് 101ാമത്തെ പടം എന്നുള്ളത്. എൻ്റെ 100 സിനിമ പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ കോളേജ് അലുമിനിയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഒരു കോളേജിൽ പഠിച്ച കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് ആ കോളേജിൽ വെച്ച് തന്നെ ഒരു അംഗീകാരം കിട്ടുമ്പോഴാണ്. ഏത് പുരസ്കാരം കിട്ടുന്നതിനെക്കാട്ടിയും ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് വെച്ചുള്ള ഏത് പരിപാടികൾക്കുമാണ്. എൻ്റെ 100ാമത്തെ സിനിമ എബി എന്നുള്ളതാണ്. 101ാമത്തെ സിനിമ 1971 ബിയോണ്ട് ബോർഡേഴ്സ് ലാലേട്ടൻ മേജർ സാബുമായിട്ടുള്ള സിനിമയാണ്. എനിക്ക് എൻ്റെ ജോലി ഇനിയും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യണം എന്ന താക്കീലാണ് ഞാൻ ഇന്നും മനസ്സിലാക്കുന്നത്. ഈ ഫംഗ്ഷൻ ഓർഗനൈസ് എല്ലാവർക്കും സുധീറിനെ ഞാൻ ആദ്യമായിട്ട് ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജനാർദ്ദൻ ചേട്ടനുമായിട്ട് ഞാൻ 1-2 പ്രാവശ്യം പരിചയമുണ്ട്, നല്ല ബന്ധമായിരുന്നു. അപ്പൊ അതിന്റെ പേരില് ജനാർദ്ദൻ മരിച്ചതിന് ശേഷം ഞാനൊരു ഡയറക്ടറായി അന്നും സുധീർ എന്റെ ലിസ്റ്റിലില്ല. അങ്ങനെയാണ് കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒരു വില്ലനിഷ് ലുക്കിഷ് ആയിട്ടുള്ള ഒരാളെ നോക്കണം. അങ്ങനെയാണ് ഞാൻ സുധീറിനെ കാസ്റ്റ് ചെയ്യുന്നത്. സുധീറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഷൂട്ടിങ്ങിന്റെ സമയത്ത്, സർ ഞാനൊരു പ്രിൻസിപ്പളാണ്, ഈ പടം കുട്ടികൾ കൂടി കാണുന്ന സമയത്ത് ഞാൻ സുധീർ നീ ചെയ്തൊരു ക്യാരക്ടറാണ്, സോ ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. അത് കറക്റ്റാണ്, അത് കൺവിൻസ് ചെയ്തു. But the next film, I didn't forget it because സുധീറിനകത്ത് നമ്മൾ കാണാത്ത ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പടങ്ങളായിട്ട് ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. Picket 40 he was just a friend. But in this film, when you watch this 1971 Beyond Borders Mohanlal's film, that time you can see സുധീർ കർമ്മന എന്നുള്ള വ്യക്തിയുടെ വേറൊരു ക്യാരക്ടർ ഞാൻ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഐ ആം വെരി ഹാപ്പി. സുധീർ മൈറ്റ് ബി ഹാപ്പി ആൻഡ് യു ഓൾസോ വെൻ യു വാച്ച് ഇറ്റ്. സുധീറിനെ കൊണ്ട് നിങ്ങളെ കരയിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ആ ക്യാരക്ടറിലൂടെ സാധിക്കും. ജീവിതത്തിൽ എന്നും ഞാൻ സ്വപ്നങ്ങളുണ്ട്. 10ാം ക്ലാസ് പാസ്സാവണം, പട്ടാമ്പി കോളേജിൽ പോയിട്ട് ചേരണം, ഒരിക്കലും അങ്ങനെ 10ാം ക്ലാസ് തോറ്റ് നാട് വിട്ട് പോയതിനു ശേഷം പട്ടാളത്തിൽ ഒരു സാധാരണ പട്ടാളക്കാരനായി ജോലി ചെയ്ത് പിന്നീട് തന്നെത്താനിരുന്ന് പഠിച്ച് ഈ BA ഗ്രാജുവേഷന് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴും പിറകില് ഒരു സ്വപ്നം അവിടെ കിടന്നിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തീർക്കുന്ന എങ്ങനെ ലീവിന് വരുന്ന സമയത്ത് എന്നെ കൂടെ 10ാം ക്ലാസ് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ ഒരിക്കലും അറിയില്ല ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അന്ന് മക്കള് പ്രോഗ്രാം കാണുന്നത് ഈ മൊബൈൽ ഫോൺ ഇല്ല. ഒരു കത്ത് എഴുതിക്കുന്നതിന്റെ കയ്യിൽ കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ പേടിക്കണം, മീൻകാരനെ പേടിക്കണം, മാഷുമാരെ പേടിപ്പിക്കണം, അയലോകക്കാരെ പേടിക്കണം. ആരും കാണാതെ ഈ കത്തൊന്നെടുത്ത് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് 4 വർഷം എടുത്തു. So that is what is a life. When it was in the college, then it's fine. It's very easy. Okay, hi, hello, things will happen. It's a dreamy world and don't ever miss this life. കോളേജിന്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫായിട്ട് നിങ്ങൾ കണക്കാക്കണം. എൻജോയ് ഇറ്റ്, ചെറിഷ് ഇറ്റ്. ആൻഡ് ഇന്നിവിടെ സംഘാടകർ പറഞ്ഞിട്ടുള്ള അത്യാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. 150 വർഷത്തിന് ശേഷം they are making the aluminum. Make it stronger. Why? Because നിങ്ങൾ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് ആ ബന്ധത്തിൽ തിരിച്ച് ഈ കോളേജ് അംഗത്തിൽ വരുന്ന സമയത്ത് that's a great feeling. Don't miss it. It's a happiness of life. ആ സ്കൂളിൽ സ്റ്റുഡന്റ് ആയിട്ട് ചേർന്നിരുന്നെങ്കിൽ I would be literally in love with this guy. Why? Because that is the kind of teachers I wanted to be under. അതായിരുന്നു എന്നെ പഠിച്ചിരുന്ന മാഷ്മാരുടെ കയ്യിൽ എപ്പോഴും ഒരു ബുക്കും ഒരു വടിയും ഒരു പുളിവാറിലും ഇതെല്ലാം കൂടെ കണ്ടിട്ടുള്ള മാഷ്മാർക്ക് മുന്നിൽ സുധീറിനെ പോലുള്ള മാഷെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേരക്കുട്ടികളെ സുധീറിനെ പോലുള്ള ആൾക്കാർ പഠിപ്പിക്കുന്ന സ്കൂളിൽ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലൊരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാം.
നിങ്ങൾ ഈ കൊടുക്കുന്ന ആദരവ് ഞാൻ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്കല്ല, സുധീറിനെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയായിട്ട് I really thank you all for considering this occasion to honor him and give him this thing. And I'm very lucky that എന്റെ പടമാണ് സുധീറിന്റെ 101ാമത്തെ ഒരു ഐശ്വര്യമുള്ള ഒരു നമ്പറാണ് 101ാമത്തെ പടം. I'm very happy that. And one more simple message I just want to tell you that because which I always feel that ഈ കോളേജുകളും വിട്ടുപോയി കഴിഞ്ഞാലും ഈ കവാടം എന്നും തുറന്നു കിടന്നിരിക്കും. Please come back and visit the teachers who taught you something to become what you are today. So don't ever forget the teachers who taught you, because we always forget that. Please come back and visit them and say hi and say that you what is your prosperity in the life. നിങ്ങൾ എവിടെ എത്തി എന്നുള്ളത് അവരോട് പറയാൻ മറക്കരുത്, because they are like your parents. Thank you so much for calling me out here. Thank you a lot and enjoy the life and cheer. Thank you. സുധീറിനെ ഈ സിനിമയിൽ പങ്കെടുപ്പിക്കുമ്പോൾ അതെനിക്ക് വളരെ ആനന്ദമുണ്ടാക്കിയ ഒരു സന്ദർഭമാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് കരമന ജനാർദ്ദനൻ നായർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാടകത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം എലിപ്പത്തായത്തിലല്ല ആദ്യം അഭിനയിച്ചത്. അദ്ദേഹം ആദ്യം അഭിനയിച്ചത് സ്വയംവരത്തിലാണ്. അത് കഴിഞ്ഞ് ശരിക്കും ഒരു നായക നടനായിട്ട് അഭിനയിച്ചത് എലിപ്പത്തായത്തിലാണ്. സാധാരണ ഒരു ആക്ടർക്ക് ഒരു നടന് കിട്ടാവുന്ന എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു റോളായിരുന്നു. അത് വളരെ ഒന്നാന്തരമാക്കി എന്നെന്നും ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആ റോളിനെ മാറ്റാനായിട്ട് കരമനയ്ക്ക് കഴിഞ്ഞു. കരമനയുടെ മകൻ വളരെ ഒരു മാതൃകാ അധ്യാപകനാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ ആ സ്കൂളിലെ പ്രിൻസിപ്പലായത്. അപ്പം ഭരണ ചുമതല നിർവഹിക്കുന്നതിലും അധ്യാപനത്തിലും എല്ലാം തന്നെ എടുക്കാനാണ്. ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു, ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സുധീറിൻ്റെ എല്ലാ രംഗങ്ങളിലുള്ള പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം വളരെ ചുരുക്കി പറഞ്ഞു. അപ്പോൾ വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധീർ എന്ന് നമുക്കറിയാം. എനിക്ക് സുധീറിനെ ഈ അനുമോദിക്കാൻ വേണ്ടിയിട്ട് കൂടിയ ഈ യോഗത്തിൽ ഇതിനേക്കാൾ പറ്റിയ ഒരു സ്ഥലമില്ല അദ്ദേഹത്തിനെ അനുവദിക്കാൻ. ഈ കോളേജിൽ പഠിച്ച് ഈ കോളേജിൽ നിന്ന് തന്നെ തൻ്റെ കലാപ്രകടനങ്ങളും വിദ്യാഭ്യാസവും എല്ലാം ഒരുമിച്ച് നടത്തി ഒക്കെ വളർന്ന് വന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പം ഈ വേദിയിലാണെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പം ഇത് ആഘോഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. സുധീറിന് 100 ഇനി വരുന്ന നാളുകളിൽ കൂടുതൽ വലുതും ചെറുതായ റോളുകളിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ പിതാവിനൊക്കെ കിട്ടിയ പോലെ തന്നെ വളരെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിക്കാനുള്ള റോളുകൾ വരികയാണ്. അതുപോലുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരും എന്നെനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇതിനകം തന്നെ സുധീർ ഒരു താരമായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുധീർ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സുധീറിനെ സ്വീകരിച്ച രീതിയിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി സുധീർ ഒരു താരമായിരിക്കുന്നത്. അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് എന്നെ പോലെ ഒരാൾക്ക്. കാരണം അച്ഛനെയും വർഷങ്ങൾക്ക് ശേഷം മകനെയും എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാനുള്ള അവസരം കൈവന്നു എന്നതോടെ ഇപ്പോഴും നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ ഇവിടുത്തെ വളരെ ഉത്തമനായിട്ടുള്ള, വളരെ സമർത്ഥനായിട്ടുള്ള, വളരെ കലാചാതുര്യമുള്ള ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ സുധീറിനെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാനും കിട്ടിയ അവസരം ഞാൻ എൻ്റെ ഓർമ്മയിൽ എന്നും നിൽക്കും. നിങ്ങൾക്കെല്ലാം നമസ്കാരം.